ഇത് കീം 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് ഏത് ഇക്വേഷനാണെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ മുകളിലത്തെ ഇക്വേഷനും ഈ ചോദ്യം തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇത് ഈ ക്വസ്റ്റ്യനിലെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്താണ് ഈ കോസ് 2024 എക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എഫ് ഓഫ് എക്സ് കോസ് റേസ് ടു 2024 എക്സ് എന്ന് എടുക്കാം. പിന്നെ അടിയിലും സെയിം എഫ് ഓഫ് എക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ π/2 0 ഉള്ളത്, റേഞ്ച് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. ഇതിലെ ബിയുടെ വാല്യൂ എന്താണ്? π/2 ആണ്. എയുടെ വാല്യൂ 0 ഇപ്പം നോക്കി നോക്കൂ നിങ്ങൾ, ഈ എഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ആ സ്ഥാനത്ത് ഈ കോസ് റേസ് ടു 2024 ആൻഡ് π/2 പ്ലസ് 0 മൈനസ് എക്സ് നമുക്ക് നോക്കാം. കോസ് റേസ് ടു 2024 π/2 മൈനസ് എക്സ്. നിങ്ങൾക്കറിയാം കോസ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും കോസ് റേസ് ടു 2024 π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് ശരിക്കും എന്തിനോട് ഈക്വലാണ്? സൈൻ 2024 എക്സിന് ഈക്വൽ ആണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ത് ഫോർമാറ്റിലായി? ഈ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സിൻ്റെ ആ ഫോർമാറ്റിലായി. അപ്പോൾ നമുക്ക് നേരെ തന്നെ അങ്ങനെ മനസ്സിലാവുകയാണെങ്കിൽ ആൻസർ എന്ത് ചെയ്യാം? എയിലെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് π/2 ആണ്, എ എന്ന് പറയുന്നത് 0 അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞൊരു ഷോർട്ട് കട്ടാണ് ബി മൈനസ് a/2. ഇതിലെ ബി എന്ന് പറയുന്നത് π/2ഉം എ എന്ന് പറയുന്നത് 0 അപ്പോൾ നമുക്ക് നേരെ തന്നെ ആൻസർ എന്ത് ചെയ്യാം? π/2 മൈനസ് 0/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? π/2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി നമ്മൾ അത് സാധാ പോലെ ഡിവൈഡ് ചെയ്യാം, 1/2. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടും? π/4 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയ ചോദ്യമാണ് തോന്നിയെങ്കിലും ശരിക്കും ഈ ട്രിക്ക് അറിയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസിയാണ്. വെറും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഈ ചോദ്യം ചെയ്തു തീർക്കാൻ പറ്റും. ഇത് 2017 കീമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ജസ്റ്റ് ഈ റൂട്ട് എക്സിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെയും എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്, ഇവിടെയും എഫ് ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്. ഇനി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എത്രയെന്ന് നോക്കാം. അപ്പോൾ ഇതിലെ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇതിലെ എ എന്ന് പറയുന്നത് 2016 ലോവർ ലിമിറ്റ്, ബി അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2017 ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസൊക്കെ ഇതിലിട്ട് നോക്കാം. അപ്പോൾ 2017 പ്ലസ് 2016 മൈനസ് എക്സ് എത്രയായിരിക്കും നമുക്ക് ജസ്റ്റ് നോക്കാം. 2017 പ്ലസ് 2016 പ്ലസ് 6 13 1 3 0 4. അപ്പോൾ എഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എത്രയായി? 4033 മൈനസ് എക്സ്. അതന്നെയല്ലേ ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത്. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ ബി അപ്പർ ലിമിറ്റ് എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. അപ്പോൾ ഇതേ ഫോർമാറ്റാണെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ബി മൈനസ് a/2 ഇതാണ് ഷോർട്ട് കട്ട്. അപ്പോൾ ഇതിലെ ബി എത്രയാണ്? 2017 ആണ്, മൈനസ് 2016 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 2017 മൈനസ് 2016 എത്രയാ? 1/2. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 1/2 ആയിരിക്കും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമ്മൾ സൈൻ എക്സ് റൂട്ട് സൈൻ എക്സിനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് കൊടുക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇതിൽ നമുക്ക് റൂട്ട്
സൈൻ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെയും എഫ് ഓഫ് എക്സ് ഉണ്ട്, ഇവിടെയും എഫ് ഓഫ് എക്സ് ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എത്രയെന്ന് നോക്കാം. ഇതിൽ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സൈൻ പൈ ബൈ 2 പ്ലസ് 0 മൈനസ് എക്സ്. അത് എത്ര വരും? റൂട്ട് ഓഫ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് വരും. അതെത്രയാണ് ശരിക്കും? റൂട്ട് ഓഫ് കോസ് എക്സ് ആണ്. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്, അതായത് സൈൻ 90 മൈനസ് എക്സ് എത്രയാണ്? കോസ് എക്സ് ആണ്. അപ്പം എന്താണ് ഈ ക്വസ്റ്റ്യനും ഈ ഫോർമാറ്റിലൊന്നും എഫ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഫോർമാറ്റിലൊന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ബി മൈനസ് എ ബൈ 2. ഇതാണ് ഷോർട്ട് കട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അപ്പർ ലിമിറ്റ് എത്രയാണ്? പൈ ബൈ 2 ആണ്. അപ്പോൾ ബി ആണ് അപ്പർ ലിമിറ്റ്. അതെന്താണ്? പൈ ബൈ 2 ആണ്. എ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ്? ലോവർ ലിമിറ്റ് 0. അപ്പോൾ എ എന്ന് പറയുന്നത് 0. അപ്പം നമുക്ക് നേരെ ഇക്വേഷനിൽ ബി മൈനസ് എ ബൈ 2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടും? പൈ ബൈ 2 മൈനസ് 0 ഡിവൈഡഡ് ബൈ 2. എത്ര വരുന്നത് ഉത്തരം? പൈ ബൈ 2 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു പൈ ബൈ 2 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 ബൈ 2. എത്രയാണ്? പൈ ബൈ 4. അപ്പോൾ പൈ ബൈ 4 തന്നെയാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഞാനിപ്പോൾ എഫ് ഓഫ് എക്സ് റൂട്ട് ടാൻ എക്സ് എടുത്തു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും എഫ് ഓഫ് എക്സ് നമ്മൾ നോക്കാം. ഇനി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഒന്നിനോട് ഈക്വൽ ആവണം ആ ഫോർമാറ്റ് ഉപയോഗിക്കണമെങ്കിൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫങ്ഷൻ്റെ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് അത് നോക്കി. അപ്പോൾ എത്രയാണ് വരുന്നത്? ഫങ്ഷൻ്റെ റൂട്ട് ടാന് എക്സിൻ്റെ സ്ഥാനത്ത് 3 പൈ 10 പ്ലസ് പൈ ബൈ 5 മൈനസ് എക്സ്. ഇത് അപ്പം നമുക്ക് ആദ്യം ടാൻ 3 പൈ ബൈ 10 പ്ലസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണ് ചെയ്യണത്. അതിന് ഡിനോമിനേറ്റർ 10 ആവണമെങ്കിൽ 5 ഇൻറ്റു 2. അപ്പോൾ പൈൻ്റെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? 2 ഇൻറ്റു ചെയ്യണം മൈനസ് എക്സ്. അപ്പോൾ ടാൻ 3 പൈ ബൈ 10 ആൻഡ് 2 പൈ ബൈ 10 മൈനസ് എക്സ്. അത് എത്ര വരും? ടാൻ 5 പൈ ബൈ 10 മൈനസ് എക്സ്. 5 5 ഒരു വട്ടം, 10 2 ടൈംസ്. അപ്പോൾ എത്ര വരും? ടാൻ പൈ ബൈ 2 മൈനസ് എക്സ്. ടാൻ പൈ ബൈ 2 മൈനസ് എക്സ് എത്രയാണ്? കോട്ട് എക്സ്. പക്ഷേ കോട്ട് എക്സ് എന്താണ്? ഒരിക്കലും ഒന്നിന് ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് തോന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റേ ഫോർമാറ്റിൽ മറ്റേ ഷോർട്ട് കട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാനിപ്പോൾ ഈ റൂട്ട് ടാൻ എക്സിനെ ഒന്ന് മാറ്റി എഴുതാണ്. റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ടല്ല കോസ് എക്സ്. അപ്പോൾ റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ്. അപ്പോൾ എന്താണ്? റൂട്ട് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ്. റൂട്ട് രണ്ടിനും വരാണെങ്കിൽ സെപ്പറേറ്റ് ആക്കി എഴുതാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനിലെ ഈ ഭാഗം ഈ ഭാഗത്തെ ടാൻ എക്സ് ഒക്കെ എന്ത് ചെയ്യാൻ പോവാണ്? റൂട്ട് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാൻ പോവാം കേട്ടോ. അപ്പോൾ റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് സൈൻ എസ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ്. ഇപ്പം നമ്മളിത് നോർമലായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യില്ലേ, ആ രീതിയിൽ ചെയ്യാൻ പോവാണ്. റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ്.
പിന്നെ 1 പ്ലസ് റൂട്ട് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അത് എത്ര വരും? റൂട്ട് കോസ് എക്സ് റൂട്ട് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് അപ്പോൾ എന്താണ് ഞാൻ ചെയ്തത്? മുകളിലത്തെ ന്യൂമറേറ്റർ അതേപോലെ തന്നെ എഴുതി. ഇനി ഡിനോമിനേറ്ററിൻ്റെ കാര്യമാണ് നമ്മളിത് സാധാ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു റൂട്ട് കോസ് എക്സ് പറയുന്നത് റൂട്ട് കോസ് എക്സ്, പിന്നെ ഇങ്ങനെയല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 പ്ലസ് റൂട്ട് കോസ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് കോസ് എക്സ് പ്ലസ് 1 ഇൻറ്റു റൂട്ട് സൈൻ എക്സ് റൂട്ട് സൈൻ എക്സ് പിന്നെ 1 ഇൻറ്റു റൂട്ട് കോസ് എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അത് ആ കോമൺ ടേം ആയിട്ടുള്ള റൂട്ട് കോസ് എക്സും റൂട്ട് കോസ് എക്സും വെട്ടാൻ പറ്റും. അത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമുക്ക് വന്നത് ക്വസ്റ്റ്യനിൽ. റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് പിന്നെ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ്. അപ്പോൾ നമുക്ക് ഇത് സാധാ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് സൈൻ എക്സ് റൂട്ട് കോസ് എക്സ് പിന്നെ ഇൻറ്റു റൂട്ട് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. ഇവിടെ എന്താ ചെയ്തേ? നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആക്കണം, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആക്കണം. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റൂട്ട് കോസ് എക്സും റൂട്ട് കോസ് എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. ഇത് എന്തിന് ഈക്വലാണ്? നമ്മുടെ ക്വസ്റ്റ്യനിലെ റൂട്ട് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് ടാൻ എക്സിന് ഈക്വലാണ്. ഇനി നമ്മളപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പം നമുക്ക് കിട്ടിയില്ലേ, ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്തായിരുന്നു? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 3π/10 π/5 3π/10 10 π/5. അപ്പോൾ ആൻസർ എന്താവും? നമ്മൾ ഇതേ മോഡലിലൊരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് എന്താണ്? റൂട്ട് സൈൻ എക്സ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഇതും എഫ് ഓഫ് എക്സ് തന്നെയാണ്. പിന്നെ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ്. ഇതിന് ഈക്വൽ ആണ് എന്ത്? ഈ നമ്മുടെ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എയുടെ വാല്യൂ 3π/10 പ്ലസ് π/5 മൈനസ് എക്സ്. അത് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? റൂട്ട് കോസ് എക്സ് തന്നെയാണ് കിട്ടുക. അത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും, ഉത്തരം കിട്ടും. അപ്പോൾ എന്താണ് ഈ ഫോർമാറ്റിൽ വന്ന സ്ഥിതിക്ക് നമുക്കുള്ള ഷോർട്ട് കട്ടാണ് ബി മൈനസ് a/2. ബി എത്രയാണ്? ബി 3π/10 a π/5. അപ്പോൾ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3π/10 10 ആണ് 10 മൈനസ് π/5 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ നമ്മൾക്ക് എന്താ കാൽക്കുലേഷന് ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിനോമിനേറ്റർ ഇതിൻ്റെ സെയിം ആക്കുകയാണ്. 5 × 2 ആകുമ്പോൾ 10 വരും. അപ്പോൾ ഇവിടെ ഒരു 2 ഇട്ട സ്ഥിതിക്ക് ഇവിടെ ഒരു 2 ഇടണം. അപ്പോൾ 3π/10 മൈനസ് 2π/10 ഡിവൈഡഡ് ബൈ 2. കണ്ടാവും ഇല്ല. 3π/10 മൈനസ് 2π/10 മൈനസ് ബൈ 2. അത് നമ്മൾ സാധാരണ നിങ്ങൾക്ക് മറ്റേ രീതിയിൽ ചെയ്യാം. 3π/10 മൈനസ് π/5 സാധാ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ കിട്ടും. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. π/10 ഡിവൈഡഡ് ബൈ 2. എത്ര ഉത്തരം വരാം? π/10 ഇൻറ്റു 2/1. അത് പറഞ്ഞാൽ 1/2 ആകും. π/20 ഫൈനൽ ആൻസർ.